കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ സമരം തുടരുകയാണ്. ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടും ജോലിയിൽ പ്രവേശിപ്പിക്കുന്നില്ലെന്ന് കാണിച്ച് 5 ദിവസം മുമ്പാണ് ഈ സമരം ആരംഭിച്ചത്. നീതി ലഭിക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് PB അനിത 24നോട് പറഞ്ഞത്. സമരം 5ാം ദിവസമായി. ഇതുവരെ ഹൈക്കോടതിയുടെ വിധിയെ കാണിച്ചിട്ടില്ല. എനിക്ക് ഇതുവരെ നീതിയും കിട്ടിയിട്ടില്ല. എന്നെ ജോയിൻ ചെയ്യിക്കുന്നത് വരെ ഞാനിവിടെ കുത്തിയിരിപ്പ് സമരമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ കോടതി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു നീതി ലഭിക്കും. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. കോടതി ലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ആളുകൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ ലോജിക്ക് നമുക്ക് പിടികിട്ടുന്നില്ല. ദീപക് തർമ്മയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ PB അനിതയുടെ കേസിൽ അവരുടെ ഭാഗത്ത് നീതിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹൈക്കോടതി വിധി വന്നത്. എന്നിട്ടും അവരെ ഏപ്രിൽ 1-ാം തീയതി ജോയിൻ ചെയ്യിച്ചില്ല. ജോയിൻ ചെയ്യിക്കേണ്ടവർ പറഞ്ഞ് ഞങ്ങൾ അപ്പീൽ കൊടുക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഏതോ ആളിന് ഒരു വാശിയുള്ളതുപോലെ പെരുമാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട് മുഖം നഷ്ടപ്പെടുമ്പോഴായിരിക്കും തീരുമാനം വരിക. പറയൂ വിവരങ്ങൾ. SKN അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ PB അനിതയ്ക്ക് നീതി നൽകേണ്ടതാണ്. കാരണം ഹൈക്കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ മറ്റൊരു ഈഗോ വിചാരിക്കാതെ നിയമനം നൽകേണ്ടതിനു പകരം PB അനിതയുമായി അല്പം മുൻപ് സംസാരിച്ച സമയത്ത് പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള മറ്റു ഉദ്യോഗസ്ഥർ ഇവരെ അവിടെ പ്രവേശിപ്പിക്കില്ല എന്നുള്ള ഒരു വാശിയോടെ പെരുമാറുന്നതായാണ് അവരുടെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലായത്. മാത്രമല്ല, ഹൈക്കോടതി ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ ഇവരെ വീണ്ടും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉത്തരവ് വരട്ടെ, അല്ലെങ്കിൽ DMEയുടെ ഉത്തരവ് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും ഓടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് അവർ പറയുന്നത്. 5ാം ദിവസമാണ് അവരുടെ കുത്തിയിരിപ്പ് സമരം ഇന്ന്. ഏതായാലും ഹൈക്കോടതി ഉത്തരവിന്റെ കോടതി അലക്ഷ്യത്തിന് വേണ്ടി ഹർജി നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ജോയിൻ ചെയ്യിക്കേണ്ട ഉദ്യോഗസ്ഥൻ കോടതി അലക്ഷ്യത്തിന് ഹൈക്കോടതിയിൽ പോയി നിൽക്കേണ്ടി വരില്ലേ? തീർച്ചയായും പോകേണ്ടി വരും SKN. കാരണം ഇതിൽ കൃത്യമായൊരു അനീതിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ബാക്കി ഇതിന്റെ മെറിറ്റിലേക്കൊന്നും പോവാതെ ഹൈക്കോടതി ഉത്തരവ് വന്നാൽ ഉത്തരവ് പ്രവേശിപ്പിക്കണമെന്നാണ്. ഏപ്രിൽ 1-ന് പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ ഉത്തരവാണെങ്കിൽ ആ ഉത്തരവ് നടപ്പിലാക്കിയാൽ മതി. ആ ഉത്തരവ് നടപ്പാക്കാതെ SKN പറഞ്ഞതുപോലെ എന്തോ ഒരു ഈഗോവിന്റെ പേരിൽ ഇവരെ മാറ്റി നിർത്താൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അനീതി തന്നെയാണ്. ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. കാരണം ഇല്ലെങ്കിൽ SKN പറഞ്ഞതുപോലെ വീണ്ടും ഇത് മുഖം വികൃതമായിക്കൊണ്ടേയിരിക്കും SKN. മാത്രമല്ല, ഈ ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞാൽ പിന്നീട് സർക്കാരിൻ്റെ ഉത്തരവ് കൂടി ഇറങ്ങണമെന്നാണ് ഈ ജോയിൻ ചെയ്യിക്കേണ്ട ഉദ്യോഗസ്ഥൻ പറയുന്നതെന്നാണ് കോഴിക്കോട് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് സർക്കാർ ഉത്തരവ് എന്ന ചോദ്യം പ്രസക്തമാകുന്നു. എന്തായാലും ഈ തീരുമാനമെടുക്കുന്ന ഉദ്യോഗസ്ഥൻ ആരായാലും അദ്ദേഹം ഒരു ദിവസം മനസ്സിൽ കണ്ടോളൂ, കൊച്ചിയിലേക്കൊരു യാത്ര ചിലപ്പോൾ തരപ്പെടും.